നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MLA.comലേക്ക് സ്വാഗതം. MLA.comൽ ഇന്ന് നമ്മോടൊപ്പം പാലായുടെ സ്വന്തം MLA ശ്രീ മണി സി കാപ്പനാണ്. പാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക തീർച്ചയായിട്ടും കെ മാണി സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ പാല എന്ന് കേൾക്കുമ്പോൾ അതേ പേരിലൂടെ ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അതേ പേരുള്ള ശ്രീ മണി സി കാപ്പൻ്റെ മുഖമാണ് വരിക. കാരണം അദ്ദേഹം മൂന്നാം ഊഴമാണ് ഇപ്പോൾ പാലായിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, ജനങ്ങളെ സേവിക്കാൻ ആ ഒരു നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹം ചെയ്തു വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. സ്വപ്ന പദ്ധതികൾ ധാരാളമുണ്ട്. മൂന്നാം ഊഴവും പാലായിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെ കേട്ടറിയാം. കാരണം സിനിമാ ഫീൽഡിലൊക്കെ ആയിരുന്നു. ആ വിശേഷങ്ങൾ അറിയാം, പാലായിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അറിയാം. സ്വാഗതം MLA.comലേക്ക്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ മത്സരമായിരുന്നു. ത്രികോണ മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്തവണ ജോസ് കെ മാണി ഒരു എതിരാളി തന്നെയാണ്. അതിനപ്പുറം BJP കൂടി വന്നപ്പോൾ ത്രികോണ മത്സരമായി. അതൊക്കെ മാറ്റി നിർത്തിയാണ് പാലായിലെ ജനങ്ങൾ മൂന്നാം ഊഴവും താങ്കൾക്ക് ഈ ഒരു സ്ഥാനമാനങ്ങൾ നൽകിയത്. അവർക്ക് അത്ര വിശ്വാസമാണ് താങ്കളിൽ. എങ്ങനെയാണ് ഒരു ജനങ്ങൾക്ക് താങ്കളുടെ പ്രതീക്ഷ എന്തൊക്കെയാണ്? ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ മനസ്സിൽ കണക്കൂട്ടിയത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് കുറേ കാലമായിട്ട് തുടങ്ങി വെച്ച പ്രോജക്റ്റുകൾ ചെയ്യിക്കാൻ കഴിയാതെ ഒരു 5 വർഷക്കാലം വെറുതെ നഷ്ടപ്പെട്ടു. അതൊക്കെ പൂർത്തിയാക്കുകയും പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന ആവശ്യമാണ്. ആ ആവശ്യം മുൻനിർത്തിയാണ് അവരെനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് മനസ്സിലായി ഇത് തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇനിയും ചാൻസ് കൊടുക്കണം, അത് നിറവേറ്റും എന്നവർക്ക് അറിയാം. തീർച്ചയായും. ഞാൻ കാണുന്ന പാല എനിക്കൊരു സ്വപ്നമുണ്ട്. അതിൽ ഏറ്റവും വലുത് പാലായിൽ നിന്നും ഒരു എക്സ്പ്രസ് ഹൈവേ 6 ലൈൻ, 3 ലൈൻ എവിടെയും അപ്പുറത്തും 3 ലൈൻ ഇപ്പുറത്തും സർവീസ് റോഡും ഉൾപ്പെടെ 50 മിനിറ്റ് കൊണ്ട് എറണാകുളത്തെത്താൻ കാക്കനാട് മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിലെത്തത്തക്ക രീതിയിൽ ഒരു പ്രോജക്റ്റ്. അത് ഞാൻ VD സതീശനുമായിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സ്റ്റഡിക്ക് വേണ്ടി സർവേ റെഡിയാക്കി അലൈൻമെൻറ്റ് റെഡിയാക്കി 1 കോടി രൂപ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അനുവദിച്ചു. PWD മിനിസ്റ്ററും മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു. 2 കമ്പനികൾ ഇതിന് തയ്യാറായി വന്നിട്ടുണ്ട് എടുക്കാൻ. ഗവൺമെൻറ്റിന് ഈ കാശല്ലാതെ വേറെ രൂപയും മുടക്കുന്നില്ല. ഈ അലൈൻമെൻറ്റ് റെഡിയായി കഴിഞ്ഞാൽ ഈ ടോട്ടൽ എത്ര പ്രോപ്പർട്ടി അക്വയർ ചെയ്യണോ അത്രയും പൈസ ഈ കമ്പനികൾ കിട്ടും, ഗവൺമെൻറ്റിലേക്ക് കിട്ടും. ഗവൺമെൻറ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഇതിൻ്റെ പഴയകാല വിലയോ പുതിയ വിലയോ ഒന്നും തിരക്കാതെ നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് മാർക്കറ്റ് റേറ്റ് എത്രയാണോ അതിലല്പം കൂട്ടി ഇത് വാങ്ങിക്കുന്നു. വാങ്ങിച്ചെടുക്കാൻ എൻ്റെ പറയുന്നു. ഇവർ പണി തീർക്കുന്നു. 70 കൊല്ലം ടോള് പിരിക്കാനാണ് ഉദ്ദേശം. 300 രൂപ ടോള്. എത്ര നാളുകൊണ്ട് ഈ പദ്ധതി വരും എന്നുള്ളതാണ് പൂർത്തീകരിക്കും? 2 വർഷം മാക്സിമം. ഇത് കമ്പനിയുടെ കിട്ടിയാൽ അവർ വേറെ തടസ്സങ്ങളില്ലല്ലോ. ലാൻഡ് എൻട്രൻസ് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പണിയൊന്നും തുടങ്ങാമല്ലോ. മറ്റൊരു കാര്യം അത് കൂടെ ചേർത്ത് വയ്ക്കേണ്ടത്, എപ്പോഴും സ്ഥലം ഏറ്റെടുപ്പ് എപ്പോഴും ജനങ്ങൾക്കൊരു തടസ്സമാവുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളും ഇപ്പം നമ്മൾ കണ്ടു, മഞ്ഞക്കുറ്റി പിഴുതെറിയുന്ന അവസ്ഥ വരെ വന്നു. അതിനൊരു വ്യത്യാസമുണ്ട്. അതും ഇതുമായിട്ട് ബന്ധമില്ല. മഞ്ഞക്കുറ്റി പിഴുതെറിയുന്ന പോലെ ഇതിൻ്റെ സ്ഥലത്തിന് വിലയില്ലാതെ വരികയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ കൂടുതലും റബ്ബർ തോട്ടങ്ങളാണ് അതിനകത്ത്. റബ്ബർ തോട്ടങ്ങൾക്ക് വിലയില്ല. ഇപ്പോൾ 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപ കൊണ്ട് റബ്ബർ തോട്ടത്തിന് വിലയില്ല. അവിടെ 1 കോടി രൂപ കൊടുക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയും വിറ്റിട്ട് പോകാൻ സന്തോഷമായിട്ട് നല്ല എമൗണ്ടാണ് അങ്ങോട്ട് ഓഫർ ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ അവർ ഞങ്ങളുടെ ഏരിയയിൽ കൂടെ തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും അവർക്ക്, ഇത്രയും പൈസ കിട്ടും. തീർച്ചയായിട്ടും. അതെ. പലരും ഇതിലേ വരുന്നത് ഇപ്പോൾ ചോദിക്കണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അവർ ഏരിയൽ സർവേ നടത്തിയ ശേഷം ഏതാണല്ലേ ഡ്രോൺ സർവേ നടത്തിയിട്ട് ഏത് റൂട്ടാണെന്ന് തീരുമാനിച്ച് പറഞ്ഞാൽ ആ റൂട്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ അക്വയർ ചെയ്യാൻ പ്രശ്നമില്ല. അതിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല. ബാക്കി കാര്യങ്ങളും പ്രശ്നമില്ല. ബാക്കി ഏതെങ്കിലും റോഡ് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഒക്കെ പുതിയ റോഡാണ്. ഒരു റോഡും മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രശ്നമില്ല. ഏതെങ്കിലും റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം ഫ്ലൈ ഓവർ വരും. എത്ര മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്താൻ സാധിക്കും? 52 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും. 2 മണിക്കൂർ വേണ്ട. 2 മണിക്കൂറിന് മേളിൽ വേണം. അപ്പം അവിടുന്ന് ഇത്രയും സമയം ലാഭിക്കുന്നു. 20 കിലോമീറ്റർ ലാഭിക്കുന്നു. 20 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായാലും 2 ലിറ്റർ ഡീസൽ വരും. അതിൻ്റെ വില കൂട്ടിയാൽ 100, 200 രൂപയായി.
ഇവിടെ ഒരു 100 രൂപ കൂടുതൽ കൊടുക്കുന്നുള്ളൂ. അതൊന്ന്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാലായിലുള്ള 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇല്ലീഗലും ഇല്ലുവിഴ പൂഞ്ചിനയും രണ്ടും ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ഗവൺമെൻറ് പൈസ അനുവദിച്ച് അവിടെ ഒരു 6 മുറികളുടെ ഗസ്റ്റ് ഹൗസ്, ഒരു മുഴുത്ത റെസ്റ്റോറൻറ്റ്, 12 ടോയ്ലറ്റുകൾ, ഇതെല്ലാം പണയാൻ രണ്ടിടത്തേക്കും പൈസ അനുവദിച്ചു. സ്വാഭാവികമായൊരു വലിയ വളർച്ച പാലയെ സംബന്ധിച്ചു വരും. തീർച്ചയായിട്ടും പൊല്യൂട്ടഡ് ആണ് എറണാകുളം. അവിടെ കാക്കനാട് ഇവിടുന്ന് പാലായിൽ 50 മിനിറ്റ് കൊണ്ട് കാക്കനാട് എത്താൻ കഴിഞ്ഞാൽ ചില കൊച്ചിക്കാർ ഇങ്ങോട്ട് താമസം സംശയം വേണ്ട. അതാണ് പാലയുടെ കൊച്ചിയുടെ ഒരു സാറ്റലൈറ്റ് സിറ്റിയായി മാറണം. ഇവിടെ ഇൻഫോ പാർക്കുകൾ വരും, മറ്റ് സംവിധാനങ്ങൾ, എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴേ ഡിസ്റ്റൻസേ വരുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ നേട്ടം അതാണ്. കാരണം കൂടുതലും എയർപോർട്ടാണല്ലോ, കൂടുതലും ആളുകൾ വിദേശത്തുള്ളവർ ഏറ്റവും കൂടുതൽ അവരിൽ നിന്ന് വരുന്നേക്കാൾ ദൂരം വേണം കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്താൻ. കാക്കനാട് നിന്ന് എയർപോർട്ടിലേക്ക് മെട്രോ വരിക. അപ്പോൾ ആ മെട്രോ എന്ന് പറഞ്ഞാൽ പിന്നെ 15 മിനിറ്റ് ഞങ്ങളുണ്ട്. തീർച്ചയായിട്ടും 65 മിനിറ്റ് കൊണ്ട് കൊച്ചി എയർപോർട്ടിലെത്താൻ ഉള്ള സംവിധാനമാണ് ഇത്. 2 വർഷം കൊണ്ട് പൂർത്തിയാകുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ തീരും. പിന്നെ അത് ഹാൻഡ് ഓവർ ചെയ്താൽ പിന്നെ അവർക്ക് അത്ര മതി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് അതിൻ്റെ എല്ലാം കൂടി 6000 കോടി രൂപയോളം വരും. ആ പൈസ കമ്പനിയാണ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ടോൾ പിരിക്കുന്നു. അത് ബിൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ കണക്കൂടുന്നത് 40 കൊല്ലം കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പിന്നെ ഒരു 30 പൈസ ലാഭമല്ലേ. മറ്റു പദ്ധതികൾ ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ പോലെ തന്നെ പുതിയ പ്രൊജക്റ്റുകൾക്ക് മുൻപ് തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ളത് പുതിയ പ്രോജക്റ്റുകൾ തന്നെ പറയാം. ഞാനോട് ഒരു ഫുഡ് പാർക്കും ഗോൾഡ് സ്റ്റോറേജും വേണമെന്ന് പറഞ്ഞിരുന്നു. അത് തരാൻ മടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു ടോക്കൺ പ്രൊവിഷൻ ചെയ്യും, ഞാൻ എവിടെ നിന്ന് ആളെ കൊണ്ടുവന്നോളാം, 50 കോടി രൂപ മുടക്ക് വരും. അപ്പോൾ അവർ നോക്കുമ്പം സതീശൻ നോക്കുമ്പം ഒരു നിയോജകമണ്ഡലത്തേക്ക് ഇത്രയും പൈസ കൊടുക്കുന്നു സപ്ലിമെൻ്ററി ബഡ്ജറ്റിൽ. അത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ അതിന് ആ കമ്പനി വന്നു 50 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ. മുടക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ധാരാളം. കാരണം അവരെ സംബന്ധിച്ച് ലാഭം കിട്ടും ഭയങ്കരമായിട്ട്. ഇവിടെ നാട്ടുകാർക്കും ഗുണോ. കാരണം ഇപ്പം റംബുട്ടാൻ എന്ന് പറഞ്ഞ സാധനം എല്ലാവരും റബ്ബർ വെട്ടി റംബുട്ടാൻ വെച്ചു. 250 രൂപ 300 രൂപ കിലോ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം 100 രൂപയ്ക്ക് കിലോ ആർക്കും വേണ്ട. ആ സാധനം ഡ്രൈ ഫ്രൂട്ടാക്കി മാറ്റണം. അങ്ങനെ മാറ്റിയാൽ അതിൻ്റെ വരുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അതൊരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റായി മാറും. എല്ലാ സൈസിലും ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും ഉണ്ടെങ്കിൽ 5000 ടൺ കപ്പാസിറ്റിയുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് വന്നാൽ ഒരു ഗുണം ഈ പെട്ടെന്ന് പെരിഷബിളായി പോകുന്ന ഐറ്റംസ് മുഴുവൻ ഇതിനകത്ത് സൂക്ഷിക്കാം 1 വർഷത്തേക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നവർക്ക് അവരെ സംബന്ധിച്ച് റോ മെറ്റീരിയൽ അവൈലബിൾ. അതെ, മാത്രമല്ല ഇവർക്ക് ഇത് കർഷകർക്ക് ഒരു ടെൻഷൻ വേണ്ട. കർഷകർക്ക് വില കിട്ടാത്ത സാധനമാണ് വാഴപ്പിണ്ടിയും വാഴച്ചുണ്ടും വാഴക്കൂമ്പെന്ന് പറയുന്നത്. ഇത് രണ്ടും അതും പയറും കൂടെ ആയിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹെൽത്തി ഫുഡ്. അതിന് റോ മെറ്റീരിയൽ വേണം. അത്ര ഒരു ഫാക്ടറി തുടങ്ങിയാൽ അവൻ്റെ ഇത് വേണം. ഇവിടെ ഇത് കൊണ്ട് കൊടുത്താൽ ഒരു സാധനത്തിന് 10 രൂപ കിട്ടുമെങ്കിൽ അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കാൻ 100 കണക്കിന് പേര് കാണും. അപ്പോൾ അത് സ്റ്റോക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് ചെറിയ തോതിൽ ലാഭം ഉണ്ടാക്കിയും ജനങ്ങൾക്ക് ഗുണമുള്ള രീതിയിൽ പലതും ചെയ്യാൻ പറ്റും. വെളുത്തുള്ളി ചിലപ്പോൾ 20 രൂപയുള്ളൂ കിലോ. ഇപ്പം ചുമന്നുള്ളിക്ക് വലിയ സബോളയ്ക്ക് 5 കിലോ 100 രൂപ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ പദ്ധതികളാണ്. ചെറിയ പദ്ധതിയാണെങ്കിലും അത് പദ്ധതിയല്ല, 20 രൂപ കൂടെ കിട്ടുന്നുള്ള വില. അപ്പോൾ പാവപ്പെട്ട കർഷകൻ എന്ത് കിട്ടും? അവൻ 5 രൂപയ്ക്കുള്ളിൽ കിട്ടും. വളരെ തുച്ഛമായിട്ടുള്ള കിട്ടുള്ളൂ. അപ്പോൾ ഈ വെളുത്തുള്ളിയാണ് ചില സീസണിൽ മൂന്നാറിന്ന് പറിക്കുന്നവർക്ക് 10 രൂപയ്ക്കുള്ള വില കിട്ടാറില്ല. നമ്മൾ 40 രൂപ കൊടുത്തിരിക്കും മേടിക്കും. ഇവിടെ സ്റ്റോക്ക് ചെയ്യും. 3000 ടണ്ണ് മൊത്തം സ്റ്റോക്ക് ചെയ്യും. ഇതിന് മാർക്കറ്റ് വാല്യൂ ചിലപ്പം 120-30 കരിഞ്ചെന്ന് പറയുന്ന ബിസിനസ് അല്ല ഞാൻ പറയുന്നത്. ആ സമയം ഡയറക്റ്റ് കർഷകർക്ക് ലഭിക്കുകയാണ്. ഡയറക്റ്റ് കർഷകർ സ്പോട്ട് 40 രൂപ കൊടുത്ത് മേടിക്കും. ഇവിടെ വന്ന 100 രൂപ നമ്മൾ 80 രൂപയ്ക്ക് മാർക്കറ്റിൽ ഇറക്കുന്നു. മാർക്കറ്റിംഗ് കൺട്രോൾ ചെയ്യാം. ഉപഭോക്താവിന് മര്യാദയ്ക്കുള്ള വിലയ്ക്ക് കിട്ടും, കർഷകന് ന്യായമായ വിലയും കിട്ടും. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റുകളിൽ തന്നെ ധാരാളം യുവാക്കൾക്ക് തൊഴിൽ സാധ്യതയുണ്ട്. നമ്മുടെ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഒരു ഡ്രീം തന്നെ യുവാക്കൾ പുറത്തു പോകരുത്. അല്ല, പ്രത്യക്ഷമായി ഒരു ഏറ്റവും ചുരുങ്ങിയത് ഈ 15 ഏക്കറിലുള്ള കോൾഡ് സ്റ്റോറേജ് ഫുഡ് പാർക്കും വന്നാൽ തന്നെ ഒരു 300 പേർക്ക് ഈസിയായിട്ട് അവിടെ ജോലി കിട്ടും. ഒരു 3000 പേർക്ക് പരോക്ഷമായി ജോലി കിട്ടും. കാരണം ഈ റോ മെറ്റീരിയൽ കൊണ്ടുവരുന്നവർ, അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, അങ്ങനെ ആ ഒരു തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കാം. പിന്നെ ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. എക്സ്പ്രസ് ഹൈവേ വന്നു കഴിഞ്ഞാൽ
അതെ. ഇല്ലീഗലും ഇല്ലൊരു പഞ്ചായത്ത് 2 ടൂറിസ്റ്റ് സ്റ്റേഷൻ, 3000 അടി ഹൈറ്റില്ല സമുദ്രനിരപ്പിൽ നിന്ന്. അവിടുന്ന് വാഗമണ്ണിലേക്ക് ഒരു റോഡോട്ട് കണക്ട് ചെയ്താൽ വാഗമണ്ണിൽ നിന്ന് 10,000 രൂപയെ കുറിച്ച് മുറി കിട്ടാനില്ല. ഇവിടെ നമ്മൾ ഹോം സ്റ്റേ പ്രോത്സാഹിപ്പിക്കും. വാഗമണ്ണി വരുന്ന ആളുകൾ മുഴുവൻ ഈ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യും. കാരണം ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഇത് കിടക്കുക. പ്ലസ് അൽഫോൻസാമ്മയുടെ ഭരണിംഗ് ആണ്. അത് പിൽഗ്രിം ടൂറിസ്റ്റ് സ്റ്റേഷനായി ഡിക്ലെയർ ചെയ്യും. നാലമ്പലത്തിൻ്റെയും കുഞ്ഞച്ചൻ്റെയും നാട് രാമപുരം ഇതുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി ടൂറിസം രംഗത്തൊരു വലിയ കുതിച്ചാട്ടം പാലയെ സംബന്ധിച്ച് മുമ്പിലുണ്ട്. നിലവിൽ ഒരു ഉത്തരവാദിത്ത ടൂറിസം, ആഭ്യന്തര ടൂറിസത്തിന് സാധ്യതയുണ്ടെങ്കിലും അത് പ്രാവർത്തികമല്ല. പ്രാവർത്തികമല്ലെന്ന് തന്നെയല്ല. കഴിഞ്ഞ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം അസംബ്ലിയിൽ ആവശ്യപ്പെട്ടാണ്, നിങ്ങളിത് കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഡിക്ലെയർ ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അൽഫോൻസാമ്മയുടെയൊക്കെ വിശ്വപ്രസിദ്ധമായ സ്ഥലമാണ്. അത് ചെയ്യാൻ പോലുള്ള സന്മനസ് കാണിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ മാറി, നമ്മൾ മാറി, നമുക്ക് പുതിയ ആളുകൾ വന്നു. തീർച്ചയായും ഒരു പല അടുത്ത 5 വർഷത്തിനൊരു വലിയ വളർച്ചയിലേക്ക്. ഈ ഇലവിഴ പൂഞ്ചിറയിലെ മാറ്റങ്ങൾ എങ്ങനെയാണ് താങ്കൾ അത് മാറ്റിയെടുത്തു? കാരണം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് നഗരത്തിലേക്ക് വരാനും അവരുടെ ശവമടക്കാൻ പോലുമുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. റോഡുകളൊക്കെ ദയനീയമായിരുന്നു. അതെ. ഈ പ്രധാനമായും ഇലവിഴ പൂഞ്ചിറയിലേക്കുള്ള 5.5 കിലോമീറ്റർ റോഡ്, അത് പിണറായിയുടെ കാലത്ത് ഞാനത് 11,20 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ വിളിച്ചത് ചെയ്തു. ആ വർക്ക് പൂർത്തിയായി. ആ റോഡിപ്പോൾ കിടക്കുന്ന കണ്ട ഇവിടുന്ന് പോയ ഒരാൾ ചുമ്മാ കിടന്നൊന്ന് ഉറങ്ങാൻ തോന്നുന്നു, അത്ര ഭംഗിയായി കിടക്കാം. പിന്നെ MLA ഫണ്ടും ബാക്കി ഫ്ലഡിൻ്റെ ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് ബാക്കി റോഡുകൾ മുഴുവൻ റെഡിയാക്കി. ഇത്തവണ മേലുകാവ് പഞ്ചായത്തിലേത് മേലുകാവ് പഞ്ചായത്തിന് ഏറ്റവും നല്ല പഞ്ചായത്തിൽ നിന്നുള്ള അവാർഡ് കിട്ടി. 1 കോടി രൂപ. മേലുകാവ് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അല്ല, 1 കോടി രൂപ കിട്ടി. എന്തിനാ കൊടുത്തിരുന്നുള്ള കൃത്യമായിട്ട് എഴുതുന്നത്. നല്ല റോഡുകൾ, റൂറൽ റോഡുകളും പിന്നെ PWD റോഡുകളും പ്ലസ് നീറ്റ്നെസ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണോ ഒരിതോ ഇടാതെ ചെയ്യുന്നത്. ഇപ്പം ഇലവിഴ പൂഞ്ചിറ കഴിഞ്ഞ ദിവസം കളക്ടറും ആഡിയോയും തഹസിൽദാരെയും കൂടി വിളിച്ചിട്ടുള്ള യോഗം ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ വന്നിരുന്നു. അതിനെല്ലാം ചില തീരുമാനങ്ങളെടുത്ത് DTPC പ്ലസ് പഞ്ചായത്തിനെ ബന്ധപ്പെടുത്തി പഞ്ചായത്തിന് ഒരു 25% ഇൻകം ഇതിൽ നിന്ന് കിട്ടത്തക്ക രീതിയിൽ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ആ രീതി നോക്കി നാടിൻ്റെ വികസനം കാണണം. ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി സെൻറ്റേഴ്സ് ഉണ്ട്. അയ്യമ്പാറ എന്ന് പറയും, പാറ വലിയ ഇങ്ങനെ പാറ കിടക്കുക. അവിടെ ഒരു 4 നിലയുള്ള ഈ മുറിയുടെ മുഴുവൻ വീതിയും മണ്ണും മതി. 4 നില പോക്കും വെച്ച് ലിഫ്റ്റും വെക്കണം. അപ്പോൾ ഓരോ ഫ്ലോറിലും കിട്ടുന്ന സ്പേസിൽ ഓരോ സാധനം വിൽക്കാനുള്ള സംവിധാനം ചെയ്യാം. ഏറ്റവും ടോപ്പിൽ പോയാൽ അവിടെ നിന്ന് നോക്കിയാൽ ആലപ്പുഴ, എറണാകുളം, ഈ ഇടുക്കി ഡാം, വാഗമൺ, ഇത് മുഴുവൻ കാണാം. പൊതുവിൽ നമ്മുടെ നാടിന്റെ ഭംഗി നമ്മൾ തന്നെ കാണുന്നില്ല, അറിയുന്നില്ല. അത് ആസ്വദിക്കാൻ ജനത്തിന് കഴിയും. ഇതറിഞ്ഞ ആ മേഖല മുഴുവൻ ടൂറിസം ഡെവലപ്മെന്റ്, വലിയ ഡെവലപ്മെന്റ് വരും. പിന്നെ ഗ്രാമത്തിനൊരു ഇൻകം കിട്ടും, ഫിലിം ഷൂട്ടിങ്ങുകൾ വരും. തീർച്ചയായിട്ടും. ഒരു ഫിലിം ഷൂട്ടിങ്ങിലും കൂടി കൂടുതൽ പ്രാധാന്യം. തീർച്ചയായും. കാരണം ഇത് ഭയങ്കര ഭംഗിയാണ്. ഫിലിമിൽ എപ്പോഴും നമ്മൾ കണ്ട ഒരു സ്പോട്ട് വീണ്ടും കാണുകയാണെങ്കിൽ സ്ഥിരം സിനിമ കാണുന്ന ഇത് പോരാ. അതിന് പാട്ടെന്നൊക്കെ പറയുന്ന പണ്ട് ഒരു വാഴക്കലെ നോക്കിക്കൊണ്ട് നസീർ ഫുള്ളൊരു പാട്ട് പാടുമായിരുന്നു. ഇന്ന് നടക്കത്തില്ല. ഇന്ന് ഷോർട്ട് ബൈ ഷോർട്ട് ഡിഫറെന്റ് പ്ലേസസ് ആണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പം അതുണ്ടാകാൻ ഏറ്റവും നല്ല സംഭവം ഇതാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ്. എന്തൊക്കെയാണ് മറ്റ് സ്വപ്ന പദ്ധതികൾ? ഇനി ഈ ഒരു 5 വർഷം താങ്കൾ ഇത് കഴിഞ്ഞാൽ വിരമിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തിയ സ്ഥിതിക്ക് പറഞ്ഞിരുന്നു. പക്ഷെ 3 കൊല്ലമേ ഉള്ളെങ്കിൽ 2029 1 ഇന്ത്യ 1 ഇലക്ഷൻ ആണെങ്കിൽ ഒന്നുകൂടെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും അത് ഒരു മനസ്സിൽ അത് ഞാൻ അന്നത്തെ ധാരണ 5 കൊല്ലത്തിന് ശേഷം ഒരു മത്സരമുള്ളൂ, 2031 ഉള്ളൂ എന്നാണല്ലോ. അങ്ങനെയാണ് ഞാനില്ല. 2029 അതെ 2029 ഇത് പിന്നെ 1 ഇന്ത്യ 1 ഇലക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ ഈ പൂർത്തീകരണങ്ങളെ കേന്ദ്രം പൂർത്തിയാകത്തില്ല. പലതും ഒരു പുതിയ പാല, പുതിയ പദ്ധതികളുള്ള പുതിയൊരു പാല ജനത്തിന് കാണാൻ. ടൂറിസം രംഗത്തൊരു വലിയ കുതിച്ചുചാട്ടം. അത് ഈ ആ മീനച്ചിലാറിൽ അരുണാപുരം ഭാഗത്ത് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജായിരുന്നു സാങ്ഷനായിരുന്നു. അത് വെട്ടിയിട്ട് അതിപ്പം ചെക്ക് ഡാം കം ബ്രിഡ്ജാക്കി. അതുകൊണ്ട് ദൂഷ്യം മറ്റേതായിരുന്നെങ്കിൽ അങ്ങ് ഈരാറ്റുപേട്ട അപ്പുറം വരെ വെള്ളം നിന്നേനെ, 4-5 ആള് വെള്ളം നിന്നേനെ. അപ്പം ഒരിക്കലും വെള്ളവും പൊങ്ങിയില്ല. ബോട്ടിങ് ഉണ്ടാകുമായിരുന്നു, സകല സൗകര്യങ്ങളുണ്ടായിരുന്നു. അത് മാറ്റി അത് വെട്ടി നിരത്തി ഇപ്പം ചെക്ക് ഡാമാക്കി. അപ്പോൾ ചർച്ചയുണ്ടായിരുന്നു മോൺസ് ജോസഫ് മന്ത്രിയും
ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരുമായിട്ട്. അപ്പം മോൺസിൽ ഇപ്പോൾ മന്ത്രി ഇവിടെ നിന്നാകുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാവുന്നു. എൻ്റെ അടുത്ത് സുഹൃത്തുവാണ്. അപ്പം ഞങ്ങൾ ഇത് സജസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഇനിയിപ്പോൾ ഇത് മാറ്റി ഒന്നേലേക്ക് ഇത് പോയാൽ പ്രോജക്റ്റ് ഡിലേ ആകും, നമുക്ക് 2 വർഷം കഴിയാതെ തുടങ്ങാൻ ഒക്കത്തില്ല. ഇപ്പം ഈ പ്രോസസ്സ് തീർന്നിരിക്കുകയാണ്, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആരംഭിക്കാം. അതുകൊണ്ട് അത് ചെക്കഡാം തന്നെ തീരുമാനിച്ചു. ചെക്കഡാം ഹൈറ്റ് കൂട്ടി ചെക്കഡാം. കുറച്ച് ഈ കുടിവെള്ള ക്ഷാമത്തിന് ക്ഷാമം പരിഹരിക്കാനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയാൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞ 6 തോടും ഇപ്പോൾ കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആദ്യം മഴ പെയ്ത വെള്ളം പോകുന്ന അവിടെ പാവപ്പെട്ട കച്ചവടക്കാരൻ രാത്രി ഉറക്കളച്ചിരിക്കുക, വെള്ളം കയറി അന്നേരം ചുവന്ന് മാറ്റണ്ടേ. അത് കഴിഞ്ഞ 5 വർഷമായിട്ട് അങ്ങനെ സംഭവമില്ല. കാരണം ഞാൻ ആ തോടുകൾ ക്ലീൻ ചെയ്തു. മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടി ചേട്ടനോട്ട് 17 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞ് എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. പുള്ളി അത് അനുവദിച്ചു. ആ തോടിലെ ആറില്ല അവിടെ തോടിലെ കംപ്ലീറ്റ് മാലിന്യങ്ങൾ മാറ്റി ഡെപ്ത് ഉണ്ടാക്കി. ഡെപ്ത് വന്നവർ കൊണ്ട് ഈ വെള്ളം അവിടെ കിടക്കും. കാരണം മണൽ ഇതിൻ്റെ പൊക്കത്തിൽ കിടന്നല്ല ഇത് വലിഞ്ഞു പോകുന്നു. മറിച്ച് മണ്ണിന് ഈ വെള്ളം താങ്ങാൻ ഒരു കപ്പാസിറ്റി അതിനപ്പുറത്തേക്ക് താങ്ങുകയില്ല, മേടി ഒന്നിങ്ങനെ നിൽക്കും. അതുകൊണ്ട് തമിഴ്നാട്ടിലൊക്കെ ഡാമുകൾ കാണാൻ പറ്റില്ല, എല്ലായിടത്തും വെള്ളമല്ലേ, വെള്ളമില്ലെന്ന് പറയുമെങ്കിലും. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകാൻ തന്നെയല്ല ഞാൻ കഴിഞ്ഞ ദിവസം മോൺസണുമായിട്ടുള്ള മീറ്റിംഗ് ചെയ്യാൻ പറഞ്ഞു. മീനച്ചിലാറ്റിലെയും ഈ എൻ്റെ ഉത്ഭവ സ്ഥലമാണ് ഇല്ലിക്കൽ എന്ന് പറയുന്നത്. അവിടെ മുതൽ ചേർപ്പുങ്കൽ വരെയാണ് പാലാട് ഏരിയ. അതിനകത്ത് കിടക്കുന്ന മണ്ണും കല്ലും എടുത്ത് വിറ്റാൽ ഏറ്റവും ചുരുങ്ങി 200 കോടി രൂപ കിട്ടും. ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ സൈഡിലുള്ള മരങ്ങളും വെട്ടി ഡെപ്ത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20 കോടി രൂപയ്ക്ക് തീരും. 180 കോടി രൂപ ഗവൺമെന്റ് കിട്ടുക. ഒരു പ്രൊജക്റ്റിൽ തന്നെ പല വരുമാന മാർഗങ്ങൾ മനസ്സിലുണ്ട്. അല്ല, ആ ഇൻകം ഗവൺമെന്റിന് കിട്ടുന്നു. അതിന്റെ 25% ഇവിടുത്തെ പഞ്ചായത്തുകൾക്കും ഈ മുനിസിപ്പൽ ഏരിയ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കട്ടെ. എല്ലാ പഞ്ചായത്തും കഷ്ടപ്പെട്ടിണിയാണ്, അവർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. അത് മാറും, ആ സ്ഥിതി മാറണം. അപ്പോൾ കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം പരിഹാരമാകുന്നു. അതുപോലെ തന്നെ കർഷകർക്ക് എങ്ങനെയാണ്? കർഷകർ ഇപ്പോൾ പറഞ്ഞു, റബ്ബർ കർഷകർക്ക് ഇപ്പോൾ ഈ ഒരു ഹൈവേ പ്രൊജക്റ്റ് വരുമ്പോഴത്തേക്കും അവർക്ക് ധാരാളം എമൗണ്ട്, അത് റബ്ബറുള്ള കർഷകർക്ക്. അല്ലാതെ കർഷകർ മാത്രം നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. റബ്ബറിൻ്റെ വില കൂട്ടി അങ്ങനെ എന്താണ് ഉണ്ടായിരുന്നു. റബ്ബർ കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. 1 ഏക്കർ റബ്ബർ കൊണ്ട് ജീവിക്കാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അതല്ല സ്ഥിതി. ഇപ്പം റബ്ബർ വെട്ട് നിർത്തിയ ആളുകൾ, ഈ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് കയറുന്നതിൻ്റെ പ്രധാന കാരണം റബ്ബർ വെട്ടുന്നില്ല, കാട് തെളിക്കുന്നില്ല. ഇതാണ് പ്രശ്നം പ്രധാനമായിട്ടുള്ളത്. ഇപ്പം റബ്ബറിന് 278 രൂപ വിലയുണ്ട് കിലോയ്ക്ക്. വെട്ടാൻ ആളില്ല. കാരണം 2.5 രൂപ ഒരു റബ്ബറിന് കിട്ടും. പക്ഷെ രാവിലെ പോയി ടാപ്പ് ചെയ്ത് കഴിഞ്ഞുള്ള പണിക്കുള്ള ആളില്ല. മേഘാലയയിൽ വല്ല ഇപ്പം ആളുകളെ ട്രെയിൻ ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പം അവിടുന്ന് വല്ല ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയെങ്കിലേ ഇത് ടാപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്ക് നമുക്കില്ല, കർഷകരില്ല എന്ന് പറ്റല്ല. ഇത് റബ്ബർ നിന്നുപോയി. അപ്പം എല്ലാവരും ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം 300 രൂപ വിലയുള്ള ഒരു കത്തി ഉണ്ടെങ്കിൽ, ടാപ്പ് ചെയ്യുന്ന കത്തി ഉണ്ടെങ്കിൽ, ഈ 1 കോടി രൂപ വിലയുള്ള സ്ഥലം ഇവനും 2 പേർക്കും പപ്പാതി കിട്ടുന്നത്. 50-50 ടാപ്പ് ചെയ്യുന്നത്. പിന്നെ അപ്പം എങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാം പാലാ നഗരസഭയുടെ ഒരു പ്രവർത്തനം ഇപ്പോൾ മന്ദഗതിയിലാണ്. എന്തായിരിക്കും മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാവി? കാരണം അവിടെ പുളിക്കകണ്ടം ഫാമിലി ഒരു ഇഷ്യൂ നടക്കുമ്പോൾ എന്തായിരിക്കും ഇനി ഒരു ഭാവി? എങ്ങനെയാണ്? ഒറ്റ മറുപടിയേ ഉള്ളൂ, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിച്ചോളുക. അടിച്ച വഴിയെ പോകുന്നില്ല, പിന്നെ പോയ വഴി അവർ പോട്ടെ. ശരിക്കും പറഞ്ഞാൽ പല വലിയൊരു വികസനം മുനിസിപ്പാലിറ്റി രംഗത്തുണ്ടായേനെ. കാരണം കേരള ഗവൺമെൻറ് നമ്മുടെ UDFിൻ്റെ മുനിസിപ്പാലിറ്റി UDFിൻ്റെ ഈ പറഞ്ഞ കേന്ദ്രത്തിൽ ഫ്രാൻസിസ് ജോർജ് MP ആയിട്ട് വിടുന്നുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ഞാൻ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇവർ ഭരണപക്ഷം ആയിരിക്കുമ്പോൾ ചെയ്ത ദ്രോഹങ്ങൾ, ഇവിടുത്തെ ഹൈവേ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല, മരീൻ സെൻറ്ററിൻ്റെ അവിടുത്തെ കുറച്ച് ഭാഗം നിൽക്കുക, പിന്നെ റിവർ വ്യൂ റോഡ് ഉണ്ടാക്കി ജസ്റ്റ് ഇൻ ഷോർട്ട് ഓഫ് 60 lakhs. ആ പണി അവിടെ കിടന്നു. അവിടെ ചെറിയ കടയുണ്ട്, ആ കട മാറണം. നേരത്തെ അലൈൻമെൻറ്റ് അതില്ലായിരുന്നു. ഇപ്പോൾ ആ കട എടുക്കാനായിട്ട് 80 ലക്ഷം രൂപ കൊടുത്തു. 60 ലക്ഷം രൂപ പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞേക്കുന്നത്. അവർ തയ്യാറാണ്. ആ പൈസ ഹാൻഡ് ഓവർ ചെയ്താൽ ആ പ്രശ്നം തീരും. അതുമാത്രമല്ല, അത് 45 കോടി രൂപയുടെ കോൺട്രാക്റ്റ് ആയിരുന്നു. അത് 9%
കോൺട്രാക്ടർ എടുത്തത്. ഇപ്പോൾ ഇത്രയും 18 മാസം പണി മുടങ്ങി. അപ്പോൾ 9% കൂടെ കൂട്ടി കൊടുത്ത് പഴയ ടെൻഡർ തുക നിലനിർത്തിയാൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലായ്ക്ക് വേണ്ടി PWDയുടേതായ ഒരു യോഗം പാലാ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സിന് മുഴുവൻ സെക്രട്ടറീസ് ഉൾപ്പെടെ വിളിച്ചിരുന്നു. ആ യോഗത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി. അപ്പം ഇനി ഫാസ്റ്റായിട്ട് ആ കാര്യങ്ങൾ നടന്നോളൂ. നേതൃത്വത്തിൻ്റെ നിലപാടും അങ്ങനെ തന്നെയാണോ ഇപ്പോഴത്തെ നേതൃത്വത്തിന് പാല എങ്ങനെ നന്നാക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസൽ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ നേരാണ്. കടലിയാമക്ക പാലം ലോകത്തെടുത്ത് ചിന്തിക്കാൻ പറ്റും. ആരെല്ലാം അപ്രോച്ചുകളില്ലാതെ ഒരു പാലം പണിയും. 14 വർഷമായിട്ട് അങ്ങനെ കിടക്കുക. അപ്പം അതിന് പൈസ അലോട്ട് ചെയ്തു. 13,29,00,000 രൂപ അലോട്ട് ചെയ്തു. അപ്പം അതും തീരും. പിന്നെ കടപ്പുഴ പാലം, ഒരു നാട്ടിലൊരു പാലം ഒഴുകിപ്പോയി. വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയപ്പോൾ പകരം പാലം നിർമ്മിക്കാനുള്ള ബാധ്യതകളും ഭരിക്കുന്ന സർക്കാരിനില്ലേ. അവർ 4.5 വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം, അടുത്തൊരു പാലത്തിൻ്റെ പൈസ സാങ്ഷൻ ചെയ്തായിരുന്നു, ചില്ലച്ചിപ്പാലം. അവിടെ അപ്രോച്ച് കൂടില്ല, പിന്നെ നമ്മുടെ പണിയണ്ട. ആ പൈസ ഇങ്ങോട്ട് മറ്റു മഴയിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ തയ്യാറായില്ല. രണ്ടാമത് MLA ഫണ്ട് കൊടുത്തു. അപ്പം PWD ഇത് ഒന്നിച്ച് റിലീസ് ചെയ്യെങ്കിലേ ചെയ്യുള്ളൂ. കാരണം 1 കോടി രൂപയ്ക്ക് മേളിലുള്ളവർക്ക് PWDക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും ബ്ലോക്ക് ചെയ്തു. അവസാനം ഞാൻ അവിടെയുള്ള സ്ത്രീയെ കൊണ്ട് എൻ്റെ ബ്രദറിൻ്റെ മകൻ വഴി ഹൈക്കോടതി കേസ് കൊടുത്തു. ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുന്നു. കോടതി കർശനമായി പറഞ്ഞു, പാലം പണികളുടെ എസ്റ്റിമേറ്റ് എടുത്ത് കോടതിയെ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ 2,39,00,000 രൂപ പാലത്തിന് മാത്രമായി വെച്ചു ഗവൺമെൻറ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടുന്ന് അപ്രോച്ചിലൂടെ അങ്ങോട്ട് കിടക്കുക ഒരു 1.5 കിലോമീറ്റർ. അതും കൂടെ തീർക്കാനുള്ള പൈസ ഇപ്പുറത്ത് പാസ്സായ ജില്ല പാലത്തിൻ്റെ ഉണ്ട്. അത് തരാതെ ബുദ്ധിമുട്ടിക്കുന്നു. പിന്നെ ഈ ഗവൺമെൻറ് വന്നപ്പോൾ മാറ്റി ആ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ പറഞ്ഞു. ആ റോഡും കൂടെ ചേർത്ത് 3 ദിവസം 4 ദിവസം മുമ്പായിരുന്നു മീറ്റിംഗ്. അതെന്ത് വന്നു, അത് ആ തടസ്സവും ഒഴിവാക്കപ്പെട്ടു. അതുപോലെ ശക്തമായ ത്രികോണ മത്സരമായിരുന്നു ഇവിടെ ഇത്തവണ. തീർച്ചയായിട്ടും അവസാന ഘട്ടമാണ് ഇഞ്ചോടി ഇഞ്ചി പോരാട്ടം, മാറി മറിയോ എന്നുള്ളൊരു തൊട്ടെതിരാളി ജോസ് കെ മാണിയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു. പക്ഷേ ആ ഒരു പാർട്ടി കേരള കോൺഗ്രസ് മാണി LDFലെ ഘടകകക്ഷിയായി പിടിക്കുന്ന പാർട്ടി ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ്? അതിൻ്റെ സാഹചര്യം മെയിൻ പാലല്ലേ. ആദ്യം പാലേ തോന്നുള്ളൂ. പുള്ളി പാലാണ്, അതുപോലെ വികസന പ്രവർത്തനങ്ങളിലുമാണ് അവരുടെ കയ്യിൽ. അല്ല, വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതും കഴിഞ്ഞ പ്രാവശ്യം 15,000 വോട്ടിന് പുള്ളി പുറകെ പോയി. ഞാൻ 15,000 വോട്ടിന് ജയിച്ചു ഭൂരിപക്ഷത്തിന്. അത് കഴിഞ്ഞിട്ട് ട്രയാങ്കുലർ ഫൈറ്റ് വന്നപ്പോഴും ഞാൻ കണ്ട ഒരു വ്യത്യാസം, ഞാൻ ഈ ഡെവലപ്മെൻറ്റ്സ് വരുത്തിയ മലയോര മേഖലകൾ എന്നോടൊപ്പം നിന്നു. 5,000 വോട്ട് പോൾ ചെയ്ത മേലുകാവിൽ 1,680 വോട്ടിൻ്റെ ലീഡ് കിട്ടി. കടനാട് 1,500 വോട്ട് ലീഡ് കിട്ടി. രാമപുരം ആ മേഖലകളുടെ വികസനം കൊണ്ടുവന്നത്. പക്ഷേ അന്നൊക്കെ ആ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റിയും ഇവരുടെ കയ്യിലാണ്. അപ്പോൾ അവർക്ക് വേണ്ട MLA ഫണ്ടും വേണ്ട, ഡെവലപ്മെൻറ്റും വേണ്ട. ആ ഒരു സ്റ്റാൻഡായിരുന്നു. ആ ചിന്താഗതി കൊണ്ടാണ് അവർ പോയത്. അതായത് ആ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി തന്നെയാണ് മൂന്നാം ഒരു ചാൻസ് ജനങ്ങൾ നൽകിയത് തന്നെ. അല്ല, ഞാൻ എൻ്റെ സത്യം പറഞ്ഞ ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ പൊളിറ്റിക്സ് നോക്കിയിട്ടില്ല. രാഷ്ട്രീയം നോക്കാതെ വന്ന് ചോദിക്കുന്നവർ CPM-കാരാണെങ്കിലും BJP-കാരാണെങ്കിലും CPI-കാരാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ഡെവലപ്മെൻറ്റുകൾ അവിടെ കൊണ്ടുവരാൻ. എങ്ങനെയാണ് പാലയെ വികസിപ്പിക്കാനുള്ള മാർഗം മാത്രമേ ഉള്ളൂ, പൊളിറ്റിക്സിനുപരി അങ്ങനെയുള്ളൂ മനസ്സിൽ ചിന്ത. ഇവർ ഞാൻ പറഞ്ഞ മരിച്ചു ഒരാളെ കുറിച്ച് കുറ്റം പറയല്ല. പാലാ മോഡൽ വികസനം എന്താ പറയുന്നത്? ഈ പാലാ മോഡൽ വികസനം ദയവ് ചെയ്ത് ഒരിടത്തും കൊണ്ടുവരരുത്. കാരണം 2 വാർഡുകളിൽ പറ്റിയ ഡെവലപ്മെൻറ്റ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. വേറൊരു ഡെവലപ്മെൻറ്റ് ടാഗ്ലൈൻ തന്നെ എടുത്ത് മാറ്റേണ്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, എങ്ങനെയാണ് അവസാനമായ ഒരു കാര്യം കൂടി, സർക്കാരിൽ ഇപ്പോൾ നമുക്കറിയാം VD സതീശൻ ധാരാളം പ്രൊജക്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഒപ്പം അറിവുള്ള ധാരാളം MLA-മാരും സഹപ്രവർത്തകരും കൂടെയുണ്ട്. പുതുമുഖ MLA-മാരടക്കം ധാരാളം പ്രവർത്തനങ്ങൾ. പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാം ഖണ്ഡിക്കാനുള്ള വിത്ത് എവിഡൻസാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളത്. ഈ ഒരു ഭരണം മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ കേരളത്തിലുള്ള വികസനം പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ? കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അടുത്ത 3 വർഷം കൊണ്ട് പരിപൂർണമായും മാറ്റിയെടുക്കാൻ കഴിയും. ഖജനാവ് കാലിയായിരിക്കുമ്പോഴാണ് കയറിയത് തന്നെ. ആ ഖജനാവൊക്കെ മാറി ഇപ്പോൾ പൈസ വരുന്ന പരിപാടികളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ 2 ഡെവലപ്മെൻറ്റ് 2 പ്രോജക്റ്റ് ടൂറിസത്തിൻ്റെ വേണ്ടിയിട്ടും, ടൂറിസം, എക്സ്പ്രസ് ഹൈവേ പ്ലസ് ഫുഡ് പാർക്ക്, കോൾഡ് സ്റ്റോറേജ് പാല മാറി. ആകെ മുടക്ക് ഗവൺമെൻറ്റിൻ്റെ മുടക്കും ആദ്യം മുടക്കും. പക്ഷേ ഇൻകം ധാരാളം 1 കോടി രൂപ മാത്രമാണ്. അതെ, ഈ സർവേയുടെ 1 കോടി രൂപ
ഈ സാങ്ഷൻ കൊടുക്കുന്ന അലൈൻമെൻറ്റ് സാങ്ഷൻ ചെയ്യുന്നതല്ലാതെ മറ്റു പൈസ മുടക്കില്ല. അത്തരം പ്രോജക്റ്റുകൾ വരണം. കർഷകർക്കും ഗുണം താങ്കൾ പറഞ്ഞ പോലെ. അതുകൊണ്ട് ഇപ്പം ഞാനായിട്ട് വന്ന വേറൊരു പ്രോജക്റ്റ് ഉണ്ട്. എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല. കൊച്ചി എയർപോർട്ടിനോടടുത്ത് ഇതിലൊരു വലിയ ഡെവലപ്മെന്റ് വരുന്നു. ഇത്തരം ഒരു ഐഡിയ ആയിട്ട് ഞാൻ ബിസിനസ്സുകാരനും കൂടി ആയതുകൊണ്ടും വിദേശത്തൊക്കെ ഒത്തിരി കണക്ഷൻസ് ഉള്ളത് കൊണ്ടും എന്നെ സമീപിച്ചു. ഞാൻ നേരെ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പം തന്നെ വിളി വിളിച്ചു. അതാണ് അതിൻ്റെ വ്യത്യാസം. ക്വിക്ക് ആക്ഷനാണ്. ഇളങ്കോവൻ എന്ന് പറഞ്ഞ പീസിനോട് പറഞ്ഞു, ഈ കാര്യം അടിയന്തരമായി പഠിച്ച് എനിക്ക് 48 മണിക്കൂറിനുള്ളിൽ മറുപടി കിട്ടും. എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടല്ലോ. എന്നോട് പറഞ്ഞു, അപ്പോൾ ഇത് വലിയ പ്രോജക്റ്റാണ്. ഈ സതീശൻ പറഞ്ഞ 10,000 കോടിയുടെ അല്ല, അതിലും വലിയ പ്രോജക്റ്റ്. ഇത് ഓൾറെഡി ലാൻഡ് ഉണ്ട്. അവരുദ്ദേശിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കോംപ്ലക്സ്, പിന്നെ അപ്പാർട്ട്മെന്റ്സ്, ടൗൺഷിപ്പ്, പിന്നെ അതിന് പുറമെ ഈ സ്പോർട്സ് കോംപ്ലക്സ്, ഇതെല്ലാം കൂടി വരുന്ന 450 ഏക്കറിലെ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ 4000 പേർക്ക് ജോലി ഉറപ്പ്. അവർക്ക് പ്രോഫിറ്റ് പോയി കമ്പനിക്ക്. പുതിയ സ്ഥാനമാനങ്ങൾ അങ്ങേ ഏൽപ്പിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ടേം വ്യവസ്ഥയിലായിരുന്നല്ലോ മന്ത്രി. ഒരു മന്ത്രി പദം കാത്തിരിക്കുന്നുണ്ടോ? അല്ല, അത് കൂടാതെ തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പോസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ പദവിയിലേക്ക് ഉടൻ തന്നെ പ്രവേശിക്കും. വരും 1-2 ആഴ്ച മാക്സിമം. അപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. എന്താണെന്നുള്ള വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഞാൻ അതല്ല വരുന്നെങ്കിലോ ഇതൊക്കെ സസ്പെൻസ് ആയിട്ട് നമുക്ക് വയ്ക്കുകയാണ്. ഇവിടെ 2-3 പ്രൊജക്ടുകൾ ഏതായാലും അടുത്ത 10-ാം തീയതിക്കുള്ളിൽ പോസ്റ്റ് കാണും. അറിയും. ഓക്കെ. എങ്ങനെയാണ് ഫാമിലി, വൈഫ്, മക്കളൊക്കെ അതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹം? വൈഫിന്റെ പേര് ആലീസ് എന്നാണ്. ചങ്ങനാശ്ശേരി പാലത്തിങ്കൽ എന്നാണ് വീട്ടുപേര്. പുള്ളിക്കാരത്തി ഹോം സയൻസിൽ ഡിഗ്രിക്കും അന്നേരം കേരള യൂണിവേഴ്സിറ്റി ഗാന്ധി യൂണിവേഴ്സിറ്റി 1 MSCക്കും 2nd റാങ്ക് ഉണ്ടായിരുന്നു. ജോലി കിട്ടിയായിരുന്നു. പക്ഷെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിള്ളേർ ഉള്ള വളർത്തിയെടുക്കാൻ വേണ്ടി 3 പിള്ളേര്. മൂത്ത മകൻ ചെറിയാൻ, അവൻ എഞ്ചിനീയറാണ്. റാങ്ക് ഹോൾഡർ ഉള്ളത് ജനങ്ങൾക്ക് അറിയില്ലല്ലോ. വൈഫ് ഡോക്ടറാണ്. അവർ കാനഡയിലാണ്. 2 പിള്ളേര്. രണ്ടാമത്തെ മോളും ഹസ്ബൻഡും IT ഫീൽഡിലാണ്. അവർ ബോംബെയിലാണ്. അവർക്കൊരു മോള്. ഇളയ മോള് കാനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് ഇവിടെ. ഹസ്ബൻഡ് പത്തനംതിട്ട ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറാണ്. അപ്പം അവരുടെ വീട് ഇവിടെ കുറിച്ചിത്താനത്ത് അടുത്താണ്. അപ്പോൾ അവർ ചാവറ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച വരും, വെള്ളിയാഴ്ച അങ്ങോട്ട് പോകും. വീക്കെൻഡിൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇവിടെ ഒരു ഒച്ചപ്പാടുമ്പോഴൊക്കെ ഉണ്ട്. അപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം സ്വപ്ന പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എക്സ്പ്രസ് ഹൈവേ. അത് കൊച്ചിയിലേക്ക് 52 മിനിറ്റ് കൊണ്ട് എത്തുന്ന, കൊച്ചിയിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് എത്തും. ഒപ്പം യുവാക്കൾക്കുടെ തൊഴിൽ സാധ്യതയുമുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. കൂടാതെ ഒരു പുതിയ ക്യാബിനറ്റ് റാങ്കോട് കൂടി പുതിയ പൊസിഷൻ നൽകും സർക്കാർ. അങ്ങനെ വളരെ സുന്ദരമായ പാലയാക്കി മാറ്റാനുള്ള പദ്ധതികളുണ്ട്. ഇപ്പോൾ തന്നെ പാല സുന്ദരിയാണ്. ഇനി കുറച്ചുകൂടി ഭംഗിയാക്കാനുള്ള എല്ലാ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പാലക്കാരുടെ MLA ശ്രീ മാണി സി കാപ്പൻ. എല്ലാ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്.